ഷിരൂർ മണിർച്ചിലിൽ മരിച്ച അർജുന നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം 8 മണിയോടെ വീട്ടിലെത്തിക്കും. കാർവാർ MLA സതീഷ് സെയിലും ഈശ്വർ മാൽപ്പയും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ വെച്ച് മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹവുമായി വരുന്ന ആംബുലൻസിനെ അനുഗമിക്കും. പൂളാടിക്കുന്നിൽ നിന്നും ഫൈൻ അർജുൻ സമിതിയുടെ നേതൃത്വത്തിൽ വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്ര ആരംഭിക്കും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം വീട്ടുവളപ്പിൽ തന്നെയാണ് മൃതദേഹം സംസ്കരിക്കുക. വിവരങ്ങളുമായി AK അഭിലാഷും അർജുൻ കല്യാടും ചേരുന്നുണ്ട്. ആദ്യം AK അഭിലാഷിലേക്ക്. അഭിലാഷ്, ഏറെ വികാരനിർഭരമായ ഒരു യാത്ര, കുടുംബത്തിന്റെ അരികിലേക്ക് എത്താനുള്ള യാത്രയാണ് ഇനി അർജുൻ. ആ കുടുംബം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തി യാത്ര? ഇനി എത്ര ദൂരമുണ്ട് കുടുംബത്തിന്റെ അരികിലേക്ക്? ശ്രുതി, പതിവായി അർജുനൻ ട്രക്ക് ഓടിച്ചിരുന്ന വഴികളിലൂടെ തന്നെയാണ് അർജുൻ്റെ മടക്കയാത്രയും. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ DNA പരിശോധനാ ഫലം പോസിറ്റീവായതോടുകൂടിയാണ് കാർവാറിലെ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. പിന്നീട് ഷിരൂരിലെ പുഴയുടെ, ഗംഗാവാലി പുഴയുടെ അതേ ഭാഗത്ത്, അതായത് അപകടം നടന്ന അതേ ഭാഗത്ത് കൂടി തന്നെയാണ് ആ ട്രക്കിനെയും സാക്ഷി നിർത്തി ഗംഗാവാലിയോട് വിട ചൊല്ലി അർജുനെയും വഹിച്ചുള്ള ആംബുലൻസ് ഈ കേരളത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിനു മുമ്പായി തന്നെ ഉടുപ്പിയിൽ മലയാള സമാജത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പ അടക്കമുള്ള ആളുകൾ അർജുൻ്റെ വാഹനത്തിനൊപ്പം, ആംബുലൻസിനൊപ്പം ഈ കേരളത്തിലേക്ക് വരികയാണ്. ഈശ്വർ മാൽപ്പെ അമ്മയ്ക്ക് നൽകിയ വാക്കാണ്, അർജുനെയും കൊണ്ടല്ലാതെ തിരികെ വരില്ല എന്നുള്ള വാക്ക്. അത് അദ്ദേഹം പാലിക്കുന്നു. ഇതിനുശേഷം തലപ്പാടിയിലെത്തിയ അർജുൻ്റെ വാഹനത്തിന് അവിടെയും കേരളത്തിൽ നിന്നുള്ള ആളുകൾ അന്തിമ യാത്രാമൊഴി നൽകി. അതിനുശേഷം കാസർഗോഡെത്തിയ വാഹനത്തിന് അവിടെ നിന്നും ജില്ലാ കളക്ടർ ഇമ്പശേഖരൻ, അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാഹനം കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. വളപട്ടണം അടക്കമുള്ള ഭാഗത്തേക്കാണ് ഇപ്പോൾ ആംബുലൻസ് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 7 മണിക്ക് ശേഷമായിരിക്കും കോഴിക്കോട്ട് ജില്ലയിലേക്ക് ഈ വാഹനം പ്രവേശിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി ആളുകൾ പല സ്ഥലങ്ങളിലും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി സാവകാശം തേടിയെങ്കിൽ പോലും അതിനൊന്നും നിൽക്കാതെയാണ് ഇപ്പോൾ ഈ വാഹനം മുന്നോട്ട് പോകുന്നത്. ഏതായാലും അർജുനെ വിട ചൊല്ലുകയാണ് നാട്. കർണാടക പതിവില്ലാത്ത വിധം അവരുടെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ചാണ് മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവിധ പിന്തുണയും ഒക്കെ അവർ നൽകുന്നു. കാരണം ആ രീതിയിലുള്ള ഒരു വിടചൊല്ലൽ തന്നെയാണ്. കാരണം 72 ദിവസം ഷിരൂരിലെ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയ അർജുനെ കഴിഞ്ഞ ദിവസമാണ്, അതായത് ബുധനാഴ്ച രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ട്രക്ക് കണ്ടെത്തിയത്. വൈകിട്ട് 4 മണിക്ക് ശേഷം പുറത്തെത്തിക്കുകയും അതോടൊപ്പം തന്നെ കാർവാറിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അതിനുശേഷം DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരിച്ച് ഹുബ്ലിയിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. അവിടെ നിന്നാണ് ഈ പരിശോധനാ ഫലം പോസിറ്റീവായത്. അതിനുശേഷമാണ് മൃതദേഹം വിട്ടു നൽകുന്നതിനുള്ള നടപടികളൊക്കെ പൂർത്തീകരിക്കുകയും കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തിരിക്കുന്നത്. അർജുൻ്റെ സഹോദരനും അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനുമാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഏതായാലും നാട് തേങ്ങുന്നു എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം കഴിഞ്ഞ 72 ദിവസവും അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു നാടൊന്നടങ്കം സർക്കാരിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലൊക്കെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്ത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ മനുഷ്യസ്നേഹികളായ നിരവധി ആളുകൾ ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത് നമ്മൾ കണ്ടു. അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാകുന്നത് നമ്മൾ കണ്ടു. ഏതായാലും അർജുൻ നാട്ടിലേക്ക് തിരികെ വരികയാണ്. ചേതനയറ്റ ശരീരവുമായിട്ടാണ് അർജുൻ നാട്ടിലേക്ക് തിരികെ വരുന്നത്. അവിടെയും നാട്ടിലും വീട്ടിലും കണ്ണാടിക്കലിലുമൊക്കെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇന്നലെ തന്നെ അവിടേക്ക് വീട്ടിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ വേണ്ടത്ര ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഏതായാലും കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ ജില്ലാ അതിർത്തിയിൽ വെച്ച് മന്ത്രി AK ശശീന്ദ്രനായിരിക്കും അർജുൻ്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങുക. അതിനുശേഷം ലോറി ഉടമകളും അതോടൊപ്പം തന്നെ ലോറി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ വിലാപയാത്രയായിട്ടായിരിക്കും ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. ശ്രുതി.
AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ കല്യാട് കൂടിയുണ്ട്. അർജുൻ, അന്ത്യവിശ്രമത്തിനായി അർജുൻ മടങ്ങി വരികയാണ്. ട്രക്കിൽ യാത്ര ചെയ്ത അതേ വഴിയിലൂടെ നേരത്തെ നമ്മൾ കണ്ടു വരുന്ന വഴിയിൽ ഈശ്വർമാൽപ്പെ കയറിയത് ഉടുപ്പി മലയാള സമാജത്തിൻ്റെയൊക്കെ അന്തിമോപചാരം അർപ്പിക്കുന്ന ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഈശ്വർമാൽപ്പയും കൂടി വാഹനത്തിനൊപ്പം അനുഗമിക്കുന്നതും കണ്ടു. ഇപ്പോൾ അർജുൻ നിൽക്കുന്നത് എവിടെയാണ്? അവിടെ എങ്ങനെയാണ്? ആളുകളുണ്ടോ? അത് അർജുനെ കാണാനായി കാത്തു നിൽക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അതായത് അർജുന് വേണ്ടി കോഴിക്കോടും കേരളം ഒന്നാകെയും കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം, അതായത് ഏകദേശം 1 മണിക്കൂറിനകം തന്നെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായിട്ടുള്ള കോഴിക്കോട് കണ്ണൂർ ജില്ലാ അതിർത്തിയായിട്ടുള്ള ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. ഇവിടത്തേക്ക് അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ മൃതദേഹത്തെ നാടിനു വേണ്ടി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും വടകര MLA KK രമയും കോഴിക്കോട് MP MK രാഘവനും കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉൾപ്പെടെയുള്ളവരും ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിന് പുറമെ അർജുൻ്റെ നാട്ടുകാർ, നേരത്തെ പറഞ്ഞ പുള്ളാടിക്കുന്നിൽ ഉൾപ്പെടെ ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. അത്തരത്തിൽ നാടൊന്നാകെ തന്നെ ഈ രാത്രിയിലും ഈ പുലരുന്ന വേളയിൽ പോലും ഇങ്ങനെ അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിരൂരിൽ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഓരോ ഘട്ടത്തിലും അർജുനെ നമുക്ക് തിരികെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ആ പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോയെങ്കിലും ആ തിരച്ചിൽ എല്ലാവരുടെയും ഒരു ഇടപെടലിൻ്റെ ഭാഗമായി ആ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയും ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തുകയും അങ്ങനെയാണ് അർജുൻ്റെ ട്രക്കും അർജുൻ്റെ മൃതശരീരവും ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു വികാരനിർഭരമായിട്ടുള്ള അവസ്ഥയാണ് എങ്ങും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ഷിരൂർ ദൗത്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്. ഷിരൂരിൽ വന്ന് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നതുമാണ്. നമുക്ക് അവരോട് പ്രതികരണങ്ങൾ തേടാം. മിനിസ്റ്ററെ, ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ? ഏത് രീതിയിലേക്കാണ്? നാമെല്ലാം കാത്തിരുന്ന അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഏതാനും സമയത്തിനകം ഈ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ എത്തിച്ചേരുന്നുണ്ട്. വടകര MLA KK രമയും കോഴിക്കോട് MLA തോട്ടത്തിൽ രവീന്ദ്രനും എന്നോടൊപ്പമുണ്ട്. ജില്ലാ കളക്ടറും കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോട് എത്തിച്ചേർന്നാൽ ഞങ്ങൾ ഏറ്റുവാങ്ങുക. നേരെ ദേശീയപാത വഴി ബൈപ്പാസ് വഴി വേങ്ങേരിയിലെത്തി അവിടുന്ന് കണ്ണാടിക്കലേക്ക് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മറ്റ് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്നാലും മന്ത്രിയുടെ വാഹനം, പൈലറ്റ് വാഹനം, എല്ലാ രീതിയിലുമുള്ള ഒരു ആദരവോടുകൂടി ഈ മൃതദേഹത്തെ, ആദരവല്ല, എല്ലാവിധ വേദനയോടും ആദരവോടും കൂടിയാണ്. മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നതാണ്, ഷിരൂരിൽ വന്നതുമാണ്. അപ്പോൾ അവിടുത്തെ ഒരു നമ്മുടെ എല്ലാം ഒരു കാത്തിരിപ്പും നമ്മുടെ എല്ലാം ഒരു പ്രാർത്ഥനയും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹനം കണ്ടെത്താനും ഒരു പ്രയത്നവും കേരളവും കർണാടകയും എല്ലാം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു ദൗത്യമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. തീരാവേദനയാണ്. നമ്മളെല്ലാം പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലെ അനുഭവം കൂടി. അർജുൻ്റെ മൃതദേഹം കണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ കേരളം കർണാടകം എന്ന 2 തരത്തിലല്ല പ്രവർത്തിച്ചത്. ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചത്. അവിടുത്തെ MLA കാർവാർ MLAയും അവിടുത്തെ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെൻറ്റും, കേരളത്തിലെ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെൻറ്റും രണ്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ആ തരത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ മഹാത്ഭുതം സംഭവിച്ചത് എന്ന് ഞാൻ പറയും. അത് ആ കുടുംബത്തിൻ്റെയും ജനങ്ങളുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വികാരനിർഭരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും വളരെയേറെ കാത്തിരുന്നതാണ് അർജുൻ്റെ ഈ മൃതശരീരമെങ്കിലും അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമെങ്കിലും ഉണ്ടാവണമെന്നുള്ള കാര്യം നമ്മളെല്ലാം തന്നെ ആഗ്രഹിച്ചതാണ്. അത് ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ ഭാഗമായി ഡ്രഡ്ജറും സംവിധാനങ്ങളുമൊക്കെ അവിടത്തേക്ക് എത്തി തിരച്ചിൽ വളരെ ഊർജിതമായി നടന്നു. മൃതശരീരം ലഭിച്ചു. ഇപ്പോൾ എന്തായാലും കണ്ണൂരിലേക്ക് മൃതദേഹം എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും
ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ, അതായത് 6 മണിയോടുകൂടി ഈ കോഴിക്കോട് കണ്ണൂർ ജില്ലാ അതിർത്തിയായിട്ടുള്ള നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് മൃതദേഹം എത്തിച്ചേരും. ഇവിടെ വെച്ച് മന്ത്രി AK ശശീന്ദ്രനും തോട്ടത്തിൽ രവീന്ദ്രനും KK രമ MLA ഉൾപ്പെടെയുള്ളവർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെല്ലാം തന്നെ ഈ മൃതദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പോലീസും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായ തോതിൽ ഇന്നലെ കേരള അതിർത്തിയിലേക്ക്, തലപ്പാടിയിലേക്ക് ഈ ആംബുലൻസ് പ്രവേശിച്ച ഘട്ടം മുതൽ തന്നെ പോലീസിൻ്റെ എല്ലാം തന്നെ ഒരു എസ്കോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടറും KK രമ MLA ഉൾപ്പെടെയുള്ളവരും ഇവിടെ ഉണ്ട്. മറ്റ് നാട്ടുകാരുമെല്ലാം ഇവിടത്തേക്ക്, നാട്ടുകാരായിട്ടുള്ളവരുണ്ട്, അർജുൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ എവിടെ നിന്ന് വരുന്ന സ്ഥലം? ഞങ്ങൾ പാനൂര് തൂക്കുന്ന എല്ലാ നാട്ടിന് എല്ലാവർക്കും ഒരു വേദനയുള്ളൊരു അല്ലേ? അതെ. നിങ്ങൾക്ക് അർജുനെ മുൻപ് പരിചയമുള്ളവരോ അങ്ങനെയൊന്നും അല്ല? ഇല്ല. എന്നാലും നമ്മുടെ എല്ലാം ഒരു കേരളത്തിൻ്റെ, നമ്മളൊരു കുടുംബാംഗം പോലെയായി മാറിയിരുന്നു. അതെ, അതുകൊണ്ട് വന്നതാണ്. അതെ അതെ അതെ. നിങ്ങളൊക്കെ ഇവിടെയുള്ളതാണോ? ഞാൻ നാദാപുരം വാണിമല. മുമ്പ് ലോറിയിലൊക്കെ പണിയെടുത്ത. അർജുൻ അങ്ങനെ മുമ്പ് പരിചയമില്ല, എന്നാലും ഈ ഫീൽഡ് വർക്ക് ചെയ്താ. എന്തായാലും എല്ലാവരും അതാ പറയുന്നത് വെച്ചാൽ കേരളത്തിൻ്റെ എല്ലാ കുടുംബങ്ങളിലെയും ഒരു മകനെ പോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ അർജുൻ നമുക്ക് പരിചിതമായി. അപ്പോൾ ആ ഒരു വേദനയോ കൊണ്ടുകൂടിയായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ട്. അതെ അതെ, വേദന ഉണ്ട്.